എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. കൂട്ടുകാർക്കറിയാം, നമ്മൾ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനിലാണ്. ഏതിൻ്റെയാണ്? ജിയോഗ്രഫിയുടെയാണ്. നമ്മൾ ഒരു സ്റ്റാർസിൻ്റെ ആ ഒരു ലെവലിൽ തുടങ്ങിയിട്ട് നമ്മൾ പതുക്കെ എങ്ങോട്ട് വന്നിട്ടുണ്ട്? വേൾഡ് ജിയോഗ്രഫിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ജിയോഗ്രഫിയുടെ പല തലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? കടക്കുന്നതുമായിരിക്കും. നമുക്കധികം സമയം വൈകാതെ നമുക്കെന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമുക്കെന്ത് ചെയ്യാം? നമുക്കൊന്നിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നോക്കൂ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കുക? നിങ്ങൾ കൃത്യമായിട്ട് കീവേഡ്സ് ശ്രദ്ധിക്കുക. നോക്കൂ, വാട്ട് ടൈപ്പ് ഓഫ് മൗണ്ടെയ്ൻസ് ആർ ക്രിയേറ്റഡ് വെൻ ലാർജ് ഏരിയാസ് ആർ ബ്രോക്കൺ ആൻഡ് ഡിസ്പ്ലേസ്ഡ്. ഇതാണ് ഏറ്റവും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക്. എന്താണ്? വെർട്ടിക്കലി. അതായത് ഉണ്ടാകുന്ന മൗണ്ടെയിനുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരം പർവ്വതങ്ങളാണ് എപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു വലിയ ഏരിയ എന്ത് ചെയ്യുകയാണ്? മുറിഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഡിസ്പ്ലേസ്ഡ്, അവയുടെ സ്ഥാനം മാറിക്കൊണ്ട് എങ്ങനെ? വെർട്ടിക്കലിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുറിയുന്നതും സ്ഥാനം മാറിപ്പോകുന്നതും എങ്ങനെയാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് എങ്ങനെയല്ല? ഹൊറിസോണ്ടൽ ഡയറക്ഷനല്ല. ഇതാണ് ഇവിടുത്തെ നമ്മളുടെ കീവേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? വെർട്ടിക്കലി. ഞാൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരൊറ്റ തവണത്തെ വായനയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കലി എന്ന വാക്ക് കീവേഡായിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് നോക്കാം. എന്തൊക്കെയാണ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് മൗണ്ടെയ്ൻസ്, റേഞ്ചുകൾ, വോൾക്കാനിക് മൗണ്ടെയ്ൻസ്, ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്നിങ്ങനെയാണ് ആൻസറുകൾ തന്നിട്ടുള്ളത്. എന്താണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? കൂട്ടുകാരെ, എന്തായിരിക്കും ആൻസർ ഈ തന്നിട്ടുള്ളവയിൽ? ഉത്തരം എന്ന് പറയുന്നത് കണക്കാക്കാൻ, മനസ്സിലാക്കാൻ നമുക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് നോക്കാം. നമ്മൾ ഓറോജെനറ്റിക് ഫോഴ്സുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എപ്പിറോജെനറ്റിക് ഫോഴ്സസ്, ഓറോജെനറ്റിക് ഫോഴ്സസ്, അതായത് എൻഡോജെനറ്റിക്, എക്സോജെനറ്റിക് എന്ന വലിയ ബ്രോഡ് കാറ്റഗറിയുടെ അടിയിലേക്ക് നമ്മൾ അവയെ എങ്ങനെ മുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണ്? ഓറോജെനറ്റിക് ഫോഴ്സുകളുണ്ട്. എന്താണ് ഓറോജെനറ്റിക് എന്ന് വെച്ചാൽ? പർവ്വതങ്ങളെ നിർമ്മിക്കുന്ന. ജെനറ്റിക് എന്ന് വെച്ചാൽ അത് അല്ലേ, സൃഷ്ടിക്കുന്ന എന്നർത്ഥം. ഓറോജെനറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്ന ഫോഴ്സുകൾ അല്ലേ? ഇവ രണ്ട് തരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ കൂട്ടുകാരെ? എന്തൊക്കെയായിരുന്നു? ഒന്നെന്തായിരുന്നു? ടെൻഷൻ ഫോഴ്സുകളായിരുന്നു. മറ്റൊന്ന് കംപ്രഷൻ ഫോഴ്സുകളായിരുന്നു. ടെൻഷൻ ഫോഴ്സുകളിൽ നമ്മൾ കണ്ടു എന്താണ്? ഫോൾട്ടിങ് അല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്രാക്കിങ്ങിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. കംപ്രഷൻ ഫോഴ്സുകൾ എങ്ങനെയാണ്? കൺവേർജൻറ്റ് ഫോഴ്സുകളിലൂടെ അല്ലെങ്കിൽ ഫോൾഡിങ് നടന്നിട്ട്, വാർപ്പിംഗ് നടന്നിട്ട് എന്ത് ചെയ്യുകയാണ്? പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയുണ്ടായി. നോക്കൂ, അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഇവിടെ ഫോഴ്സുകൾ എങ്ങനെയാണ്? വെർട്ടിക്കൽ ഷേപ്പിലാണ് ആക്ട് ചെയ്യുന്നത്. കണ്ടോ നിങ്ങൾ കൂട്ടുകാരെ? ഇവിടെ എങ്ങനെയാണ്? വെർട്ടിക്കൽ ഷേപ്പിലാണ് ആക്ട് ചെയ്യുന്നത്, ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെയോ നോക്കൂ, ഹൊറിസോണ്ടലായിട്ടാണ് ഒരു പ്രദേശത്തിന് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഫോൾഡിങ് നടന്നിട്ട് ഫോൾഡ് മൗണ്ടെയിനുകൾ ഉണ്ടാകാൻ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഒരു രീതിയിൽ, അതായത് ഒരു കൺവേർജൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുകയാണ്. വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന സമയത്ത് ഫോൾട്ട് ലൈനുകൾ ഉണ്ടാവുകയും ആ ഫോൾട്ട് ലൈനുകളിലൂടെ ഇവ എന്ത് ചെയ്യുകയാണ്? ചില ഭാഗങ്ങൾ താഴത്തേക്ക് വരികയും മറുഭാഗം മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ്? വന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഈ രീതിയിൽ വെർട്ടിക്കലി ഉള്ള ഫോഴ്സിൻ്റെ ആക്ട് കാരണം, ടെൻഷൻ ഫോഴ്സുകളിൽ വെർട്ടിക്കലി ഉള്ള ആക്ടിങ് കാരണം അല്ലെങ്കിൽ ഫ്രാക്ചർ സംഭവിച്ചുകൊണ്ട്, ഒരു ഫ്രാക്ചർ സംഭവിച്ചു ഫോൾട്ട് ലൈനിലൂടെ ഒരു ക്രാക്കിംഗ് നടന്നുകൊണ്ട് ഒരു വലിയ ഭാഗം മുഴുവൻ താഴത്തേക്ക്, ഒരു ഭാഗം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? താഴത്തേക്ക്, ഒരു വലിയൊരു ഭാഗം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? താഴത്തോട്ട് വരികയാണ് അല്ലെങ്കിൽ മുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഒന്ന് നോക്കൂ, ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ ബ്ലോക്കുകൾ പോലെയല്ലേ തോന്നുന്നത് കൂട്ടുകാരെ? ഒരു വലിയ ബ്ലോക്ക് അല്ലേ? ഇതൊരു ബ്ലോക്ക്, ഇത് അവിടെ കിടക്കുന്നു, ഇവിടെ വേറൊരു ബ്ലോക്ക്, ഇവിടെ വേറൊരു ബ്ലോക്ക്, ഇങ്ങനെ ഇത്തരം ഒരു വലിയൊരു ബ്ലോക്കായിട്ട് ഭൂമി താഴത്തോട്ട് വരികയോ മുകളിലേക്ക് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൗണ്ടെയ്ൻസ് ആണ് ഇത് ബ്ലോക്ക് മൗണ്ടെയിനുകൾ.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഈ ബ്ലോക്ക് മൗണ്ടെയിനുകളിൽ ഈ താഴത്തെ വാലി പോലെ ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ്, ഇതൊരു വാലി പോലെയല്ലേ തോന്നുന്നത്? ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് താഴത്തേക്കുള്ളൊരു വാലി പോലെ തോന്നും. ഈ വാലി ഭാഗത്തിനെയാണ് ഗ്രാബൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. മുകളിലുള്ള ഈ ഇതിൽ ഹൈറ്റ് കൂടിയ ഭാഗത്തിനെയാണ് ഹോൾസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് ആലോചിക്കുക. ഈ ഭാഗമാണ് ഹോൾസ്റ്റ്, താഴെയുള്ള വാലിയുടെ ഭാഗമാണ് ഗ്രാബൻ എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുക കൃത്യമായിട്ട്. ഇനി ഇപ്പുറത്തേക്ക് നോക്കൂ. ഒരു കംപ്രഷൻ ഫോഴ്സ് നടക്കുന്ന സമയത്ത് നിങ്ങളൊരു ന്യൂസ് പേപ്പർ ആലോചിക്കുക. ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ രണ്ട് വശത്ത് നിന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ എന്ത് ചെയ്യും? ഈ രണ്ട് ഭാഗത്തും തള്ളിക്കഴിഞ്ഞാൽ അവസാനം നടുവിലെ ഭാഗം ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? അതല്ലേ സംഭവിക്കുക? ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ രണ്ട് വശത്തു നിന്നും ഹൊറിസോണ്ടലി ഒരു പ്രഷർ വരുന്ന സമയത്ത് നടുവിലെ ഭാഗം എന്ത് ചെയ്യുകയാണ്? ആ ഫോഴ്സ് കാരണം, ഈ കൺവേർജൻ ഫോഴ്സ് കാരണം ഫോൾഡ് ചെയ്ത് മുകളിലേക്ക് എന്ത് ചെയ്യുകയാണ്? മടങ്ങിയൊരു ഫോൾഡ് ഉണ്ടാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇത് പല രീതിയിലുണ്ടാകാം. ഇപ്പോൾ ഇവിടെ നിന്നൊരു പ്ലേറ്റ് എന്ത് ചെയ്യുകയാണ്? ഭൂമിയിൽ നമ്മൾ വിവിധ പ്ലേറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഇങ്ങനെ നീങ്ങി വന്ന് ഇപ്പുറത്തൊരു പ്ലേറ്റിലേക്ക് ഇടിച്ച് കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഇവിടെ ഒരു ഫോൾഡിങ് ഉണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഫോൾഡിങ് ഉണ്ടായ ഒരുപാട് മൗണ്ടെയിൻ റേഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ത്രൂ ഔട്ട് ദ വേൾഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം കൂട്ടുകാർ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ തിരിച്ച് ചോദ്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ വെർട്ടിക്കലി നടക്കുന്ന ബ്രേക്കിംഗ് അപ്പം ഡിസ്പ്ലേസ്മെൻറ്റും കാരണം ഉണ്ടാകുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതായിരിക്കും? അപ്പോൾ ബ്ലോക്ക് മൗണ്ടെയിനുകൾ എന്നതാണ് നമ്മുടെ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആൻസർ ഏതാണ്? ബ്ലോക്ക് മൗണ്ടെയിനുകൾ എന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. കൃത്യമായിട്ട് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മൗണ്ടെയിൻ റേഞ്ചസ്, താഴെ തന്നിട്ടുള്ളതിൽ ഏത് മൗണ്ടെയിൻ റേഞ്ചാണ് ആൻ എക്സാമ്പിൾ ഓഫ് ഫോൾഡ് മൗണ്ടെയിൻസ്? ഫോൾഡ് മൗണ്ടെയിനിന് ഉദാഹരണം താഴെ തന്നിട്ടുള്ള റേഞ്ചുകളിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഹിമാലയാസ്, വോസ്ജേസ്, സിയേറ നെവാഡ, ഹാർസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു ആൻസറാണ് അല്ലേ? ഹിമാലയാസാണ് ഏറ്റവും ഏതാണ്? യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലേ? ലോകത്തിലെ യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻസും അതുപോലെ തന്നെ ഹയസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചും ഏത് തന്നെയാണ്? ഹിമാലയാസാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ പണ്ട് ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് എങ്ങോട്ട് പോയി ഇടിക്കുകയാണ്? ഇന്ത്യയുടെ ഉപഭൂഖണ്ഡം ഇവിടെയുള്ള യുറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ച് കയറുകയാണ്. ഈ ഇടിച്ച് കയറിയതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഇങ്ങനെ പോയി ഇടിച്ച് കയറിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? ഇവിടെ ഒരു ഹിമാലയ പർവ്വതനിര ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം അല്ലേ? ഇത് പോയി ഇടിച്ച് കയറിയപ്പോഴാണ് അവിടെ ആ ഇരുഭാഗത്തിന്, നേരത്തെ ന്യൂസ് പേപ്പറിൻ്റെ അതേ എഫക്റ്റ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് പോലെയല്ലേ? അതിൻ്റെ രണ്ടിൻ്റെയും ജോയിനിങ് ഭാഗത്ത് എന്ത് ചെയ്തു? അത് മുകളിലേക്ക് പൊങ്ങിയിട്ടൊരു ഫോൾഡായിട്ട് മാറി. ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? ഉള്ളിലേക്ക് ഇടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ ഉയരം എന്ത് ചെയ്യുകയാണ്? വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഈ ഒരു ഈ ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചുകളുടെ പേര് തന്നിട്ട് അത് എവിടെയാണ് എന്ന ചോദ്യം സ്ഥിരമായിട്ട് വന്ന് കാണാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചുകളുടെ പേരുകൾ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ഒരു നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണത്? നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ അത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ചിലത് ഞാൻ പറഞ്ഞുതരാം. റോക്കി മൗണ്ടെയിൻസ് നിങ്ങൾക്കറിയാം എവിടെയാണ്? നോർത്ത് അമേരിക്കയാണ്. എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ് ഈ റോക്കി മൗണ്ടെയിൻ റേഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? ആൽപ്സ് പർവ്വതനിര എവിടെയാണെന്ന് കൂട്ടുകാർക്ക് അറിയില്ലേ കൃത്യമായിട്ട്? എവിടെയാണ് ആൽപ്സ് പർവ്വതനിര? സ്വിറ്റ്സർലാൻഡ്, ഇറ്റലിയുടെ മുകളിൽ ഭാഗങ്ങളൊക്കെ കൂടിയിട്ട് എവിടെയാണ്? സദേൺ യൂറോപ്പിലാണ്. എവിടെയാണ്? സദേൺ യൂറോപ്പിലായിട്ടാണ് എവിടെ കിടക്കുന്നത്? ആൽപ്സ് പർവ്വതനിരകൾ കിടക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ് ആൻഡിസ് പർവ്വതനിരകൾ. ഏതാണ്? ആൻഡിസ് പർവ്വതനിരകൾ എവിടെയാണ്? അത് സൗത്ത് അമേരിക്കയിലാണ്. അതെവിടെയാണ്? സൗത്ത് അമേരിക്ക. ഇങ്ങ് താഴെ എവിടെ നിന്നാണ്? ചിലിയിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പെറുവിലേക്ക് പോറി ഇക്വഡോർ അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ തീരത്തിലൂടെ ഇങ്ങനെ കിടക്കുന്നതാണ് ഏത്? ആൻഡിസ് പർവ്വതനിരകൾ. അതും ഇവിടെ നിന്നുള്ള പ്ലേറ്റ് വന്നിട്ട് ഇടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഏതുണ്ട്? അറ്റ്ലസ് മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. ഏതാണ്? അറ്റ്ലസ് മൗണ്ടെയിൻ റേഞ്ച് എവിടെ? ആഫ്രിക്കയിലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മൊറോക്കോയിലൂടെയാണ് അത് പ്രധാനമായിട്ടും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എവിടെയാണ്? ഏത് ആഫ്രിക്കയാണ്? നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക. ഏതാണ്? നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്കയുടെ അവിടുത്തെ മൊറോക്കോയുടെ അവിടെയാണ് എന്ത് കാണുന്നത്? നമുക്ക് അറ്റ്ലസ് മൗണ്ടെയിൻ റേഞ്ചിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കാര്യം എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാൻ ശ്രമിക്കുക. സോ ഫോൾഡ് മൗണ്ടെയിനുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഹിമാലയാസിനെ കുറിച്ചും അതിനോടൊപ്പം മറ്റ് വളരെ പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചുകൾ, അതായത് ഫോൾഡ് മൗണ്ടെയിൻ റേഞ്ചുകൾ ഏതെല്ലാമാണെന്നും അവ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന കാര്യവും കൂട്ടുകാർ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്താണ്? ദ ഔട്ടർ ഹിമാലയ ഈസ് ഓൾസോ നോൺ ആസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്ക് കടക്കുകയാണ് അല്ലേ? ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്ക് കടക്കുകയാണ് എന്നത് മാത്രമല്ല പ്രത്യേകത, എന്താണ്? ഇന്ത്യൻ ജിയോഗ്രഫിയിലേക്ക് കടക്കുന്നു എന്നതുപോലെ തന്നെ പ്രത്യേകതയാർന്നിട്ടുള്ളൊരു കാര്യമാണ് ക്ഷമിക്കണം, ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു ജിയോഗ്രഫി ഇല്ലേ കൂട്ടുകാരെ? ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ജനറൽ ആയിട്ടുള്ളൊരു ജിയോഗ്രഫിയുടെ ഒരു കാര്യം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകൾ, വടക്കൻ പർവ്വത പ്രദേശങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കാറുണ്ട് എന്ന കാര്യം കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ഇനി അതിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് നോക്കൂ. അതിൽ നമുക്കറിയാം ഹിമാലയാസിൻ്റെ ഈ ഭാഗം മൗണ്ടെയിൻ റേഞ്ചുകൾ ഒന്നാകെ നമ്മൾ പലതായി തിരിക്കാറുണ്ട് അല്ലേ? ഇതിലെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിക്ചറിൽ ഇതാ ഈ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ 3 റേഞ്ചുകളുണ്ടല്ലോ, ഇവയെല്ലാം ചേർന്ന് അറിയപ്പെടുന്നതാണ് ഏത് റേഞ്ച് എന്ന്? ഹിമാലയൻ റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ് ഹിമാലയൻ റേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന? ഏതാണ്? ഈ റേഞ്ചാണ്. അതിനപ്പുറത്തേക്ക്, അതായത് ഈ നമ്മൾ വരച്ച് ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ആരോ നോക്കുക നിങ്ങൾ, ഈ ആരോ ഉൾപ്പെടുന്ന ഈ പ്രദേശം, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് അറിയപ്പെടുന്ന ഏത് പേരിൽ അറിയാം കൂട്ടുകാർക്ക്? ഇത് ട്രാൻസ് ഹിമാലയാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ട്രാൻസ് ഹിമാലയാസ് എന്ന പേരിലാണ്. അതായത് ഹിമാലയാസിന് അപ്പുറത്തേക്ക്, ട്രാൻസെൻഡിങ് ദ ഹിമാലയാസ്, ഹിമാലയാസ് കടന്ന് അപ്പുറത്തേക്കുള്ള ഭാഗമാണ് ഇത് ട്രാൻസ് ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇതേതാണ്? ഇത് ഹിമാലയ റേഞ്ച്. അപ്പുറത്തുള്ളത് ഈ ആരോ വരുന്ന ഈ ഭാഗങ്ങളുള്ളത് ട്രാൻസ് ഹിമാലയ റേഞ്ച്. അതിനുശേഷം ഇവിടെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ഈ ഇങ്ങോട്ട് വരുന്ന ഈ റേഞ്ചുകൾ ഏതാണ്? അവ പൂർവാഞ്ചൽ റേഞ്ചാണ്. എന്താണ് അവ അറിയപ്പെടുന്ന? ഏത് പേരിലാണ്? പൂർവാഞ്ചൽ റേഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകളെ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ തിരിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ മറ്റൊന്നെന്താണ്? ഹിന്ദുക്കുഷ് പർവ്വതനിരകളും കുൻലുൻ മൗണ്ടെയിൻ റേഞ്ചുകളും നമ്മളുടെ കാശ്മീരിനും അപ്പുറത്ത് കൂടിച്ചേരുന്ന ഭാഗമാണ് പാമിർ നോട്ട്. ഇത് കണ്ടോ, ഒരു കെട്ടിട്ട പോലെ, 2 കയറുകൾ ചേർന്നൊരു കെട്ട് കെട്ടിയ പോലെയില്ല ഈ പാമിർ നോട്ട്. ഇത് വളരെ ഹൈറ്റ് കൂടി ഉയർന്ന പ്രദേശമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന പേരിൽ കൂടി ഏതറിയപ്പെടുന്നുണ്ട്? ഈ പാമിർ നോട്ടിൻ്റെ ഭാഗം അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? റൂഫ് ഓഫ് ദ വേൾഡ് എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ കുൻലുൻ മൗണ്ടെയിൻ റേഞ്ചുകളും ഹിന്ദുക്കുഷ് പർവ്വതനിരകളും ഒന്നിച്ച് ചേരുന്ന ഇടമാണ് പാമിർ നോട്ട് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യയുടെ ഭാഗത്താണെങ്കിലോ ഹിമാലയാസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ വരകളുടെ ഇടയിലുള്ള ഈ ഭാഗങ്ങളാണ് ഹിമാലയാസ്. ഹിമാലയാസ് മനസ്സിലായാലോ അപ്പോൾ എന്താണെന്നുള്ളത്? അല്ലാണ്ട് ഇവിടെ കാണുന്ന എല്ലാ പർവ്വതനിരകളും ഹിമാലയാസ് എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. ഇത് ഹിമാലയാസ്. ഇതിനപ്പുറത്തേക്ക് ഈ പോകുന്ന ആരോകൾ ഏതാണ്? ട്രാൻസ് ഹിമാലയാസ്. ഇവിടം എന്താണ്? കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാഞ്ചൽ. പൂർവ്വദിക്ക് എന്ന് വെച്ചാൽ എന്താണ്? പശ്ചിമ ദിക്ക് എന്ന് വെച്ചാൽ ഏതാണ്? നമ്മളുടെ പടിഞ്ഞാറ് വശം, വെസ്റ്റ്. പൂർവ്വദിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക്, ഈസ്റ്റ് അല്ലെ? ഈസ്റ്റേൺ പർവ്വതനിരകളെയാണ് എന്ത് വിവരിക്കുന്നത്? പൂർവാഞ്ചൽ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവിഷൻ മനസ്സിലായല്ലോ, ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അങ്ങോട്ടുള്ള പല ചോദ്യങ്ങളിലേക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക അടിസ്ഥാനപരമായിട്ട്. ഈ ഹിമാലയൻ റേഞ്ച് 3 എണ്ണങ്ങൾ ഇവിടെ എന്താണ്? ഇതാണ് ഹിമാലയാസ് അല്ലേ? ഈ വരച്ചിരിക്കുന്ന ഭാഗം ഇതാണ് ഹിമാലയാസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്? ട്രാൻസ് ഹിമാലയാസ് ആണ് നമ്മൾ. പിന്നെ ട്രാൻസ് ഹിമാലയാസ് ഇപ്പോൾ നിങ്ങൾ കണക്കാക്കണ്ട, ഹിമാലയാസ് നിങ്ങൾ എടുക്കുക. ഈ ഹിമാലയാസിനെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ള പോലെ 3 റേഞ്ചുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3 റേഞ്ചുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 റേഞ്ചുകൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എവിടെ എന്നറിയോ കൂട്ടുകാർക്ക്? ഈ 3 റേഞ്ചുകൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വര കണ്ടോ? ഞാൻ ഈ രേഖപ്പെടുത്തുന്ന വര കൃത്യമായിട്ട് നോക്കുക. ഈ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഈ വര കണ്ടോ? ഒരു ബ്രേക്കും ഇല്ലാണ്ട് ഇത് എന്ത് ചെയ്യുകയാണ്? വെസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എങ്ങടെയാണ്? ഇവിടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലേ? കണ്ടോ നിങ്ങൾ ഈ റേഞ്ച് കണ്ടില്ലേ? ഈ കണ്ടിന്യൂറ്റി പോവാതെ തുടർച്ചയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹിമാലയ റേഞ്ചിൻ്റെ ആദ്യ റേഞ്ചിനെ പറയുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയാസ്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ
ഹിമാദ്രി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അദ്രി, ഹിമാദ്രി എന്ന് വെച്ചാൽ ഏറ്റവും ഹൈറ്റ് കൂടി പർവ്വതം എന്ന പേരാണ് ഇത് അദ്രി. അപ്പോൾ ഇതിലെ അതുകൊണ്ട് തന്നെ എന്താണ്, ഹിമം എന്ന് വെച്ചാൽ മഞ്ഞ്, അദ്രി പർവ്വതം, ഏറ്റവും ഉയരം കൂടിയ ആൾ അല്ലേ. അപ്പോൾ ഹിമാദ്രി, ഈ മഞ്ഞ് മൂടിയ ഈ മൊത്തം നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? അത് ഈ ഗ്രേറ്റർ ഹിമാലയാസ് ആണെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഹിമാലയൻ റേഞ്ചിലെ ഏറ്റവും അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു, ബാക്കി ഏത് മൗണ്ടൻ റേഞ്ച് നിങ്ങൾ നോക്കൂ, എല്ലാം മുറിഞ്ഞാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. ഇതെന്താണ്, ഹിമാദ്രി ഒരു മുറിവുമില്ലാതെ നേരെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഏത്, ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഹിമാദ്രി അഥവാ ഇന്നർ ഹിമാലയാസ്. എന്തുകൊണ്ടാണ് ഇന്നർ ഹിമാലയാസ്? ട്രാൻസ് ഹിമാലയാസിനും ഇവിടെ താഴത്തുള്ള ഹിമാലയാസിൻ്റെ ബാക്കി 2 റേഞ്ചിനും എല്ലാത്തിൻ്റെയും ഇൻസൈഡ് ഉള്ളിലായിട്ട് എന്താണ് പോകുന്ന ഒരു റേഞ്ചാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്നർ ഹിമാലയാസ് എന്ന പേരിൽ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇന്നർ ഹിമാലയാസ്. ഇനി അതിന് തൊട്ട് താഴത്തേക്ക് വരൂ കൂട്ടുകാർ. തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഏതാണ്, ഇതിനേക്കാളും ജസ്റ്റ് ലെസ് ഹൈറ്റുള്ള, ഇതിനേക്കാളും കുറച്ച് ലെസ് ഹൈറ്റുള്ള, കുറവ് ഹൈറ്റുള്ളതാണ് ഏത്, ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ്. അതായത് ഹിമാലയൻ റേഞ്ച് നോക്കുന്ന സമയത്ത് എന്താണ് നടുവിലായിട്ട് വരുന്ന റേഞ്ച്, ഈ 3 എണ്ണമാണല്ലോ ഹിമാലയൻ റേഞ്ച്, അതിൻ്റെ നടുവിൽ വരുന്ന ആളാണ് ഇത്. അതുകൊണ്ട് മിഡിൽ ഹിമാലയാസ് അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയാസ് എന്ന പേരിൽ, അല്ലെങ്കിൽ ഹിമാചൽ റേഞ്ച് എന്നറിയപ്പെടുന്നു. ഇത് ഹിമാദ്രി എന്നറിയപ്പെടുമ്പോൾ ഇവിടം ഹിമാചൽ എന്നറിയപ്പെടുന്നു. ഇവിടം ഇന്നർ ഹിമാലയാസ് എന്നറിയപ്പെടുമ്പോൾ ഇത് ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് എന്നാണ് എന്തറിയപ്പെടുന്നത്, ഹിമാചൽ റേഞ്ച് അറിയപ്പെടുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇനി അതും കഴിഞ്ഞ് അതിലും ഹൈറ്റ് കുറഞ്ഞ വളരെ ഒരുപാട് ബ്രേക്കുകളുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും സദേൺ സൈഡിലുള്ള സദേൺ മോസ്റ്റ് ആയി കിടക്കുന്ന, ഏറ്റവും താഴെ കിടക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ റേഞ്ചാണ് ഏത്, ശിവാലിക് റേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് പറയുന്നത്? ഇതാണ് ഏത്, ശിവാലിക് റേഞ്ച് എന്ന് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ആ കാര്യങ്ങൾ പറഞ്ഞത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക്, അതായത് നേരത്തെ നമ്മൾ കാണേണ്ടിയിരുന്ന നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, തിരിച്ചു പോവാം. എന്താ ചോദിച്ചിരിക്കുന്നത്, ദ ഔട്ടർ ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ്. എന്താണ് ഔട്ടർ ഹിമാലയാസ് കൂട്ടുകാർ? ഇവിടെ നോക്കൂ, ലെസ്സർ ഹിമാലയാസ് കഴിഞ്ഞില്ലേ, ഔട്ടർ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരായിരുന്നു? ഏറ്റവും പുറമേയുള്ള ഹിമാലയാസ് ഏതാണ്? ശിവാലിക് റേഞ്ചാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഔട്ടർ ഹിമാലയാസ് ഏതാണ്? അത് ശിവാലിക് റേഞ്ചാണ് എന്ന കാര്യം കൂട്ടുകാർ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടുത്തെ ആ റേഞ്ചുകൾ ഏതെല്ലാമാണ് കിടക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഹിമാലയാസ് എന്ന പേരിലും ഹിമാലയൻ റേഞ്ച് എന്ന പേരിലും ട്രാൻസ് ഹിമാലയൻ റേഞ്ച് എന്ന പേരിലും, ഹിമാലയ റേഞ്ചിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ട്രാൻസെൻഡ് ചെയ്ത് കിടക്കുന്ന ട്രാൻസ് ഹിമാലയാസ് എന്ന പേരിലും തിരിച്ചിരിക്കുന്നു. അതിൽ ഹിമാലയൻ റേഞ്ചിൽ ഏതാണ്, ഈ 3 റേഞ്ചുകളാണ് വരുന്നത്. ഇതൊന്ന് 3 റേഞ്ചുകളാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ഏതാണ്, ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഹിമാദ്രി അഥവാ ഇന്നർ ഹിമാലയാസ്. രണ്ടാമത്തെ ആളാരാണ്, ലെസ്സർ ഹിമാലയാസ് അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ. മൂന്നാമത്തെ ഏതാണ്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ ശിവാലിക്. കൃത്യമാണല്ലോ? സംശയങ്ങളെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി കൂട്ടുകാരോട് ഓൾറെഡി ശ്രദ്ധിച്ചേക്കുക. ട്രാൻസ് ഹിമാലയാസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നമ്മളുടെ ഗ്രേറ്റർ ഹിമാലയാസിൻ്റെ അപ്പുറത്തേക്കാണ് ട്രാൻസ് ഹിമാലയാസ് പോകുന്നത്. അതിൽ ഒന്നാണ് ഏത്, ഏറ്റവും ആദ്യം വരുന്ന ആളാണ് സസ്കർ റേഞ്ച്. ഏതാണ്, സസ്കർ റേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ? ഈ സസ്കർ റേഞ്ചിനും വടക്ക് നോർത്താണ് ഏത്, ലഡാക്ക് റേഞ്ച് വരുന്നത്. ഏതാണ് വരുന്നത്, ലഡാക്ക് റേഞ്ച് വരുന്നത്. അതിനും വടക്കാണ് ഏത്, കാറക്കോറം റേഞ്ച് വരുന്നത്. ഏതാണ്, കാറക്കോറം റേഞ്ച് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ സസ്കർ റേഞ്ച്, അതിന് വടക്ക് ലഡാക്ക് റേഞ്ച്, അതിനും വടക്ക് നോർത്തിൽ കാറക്കോറം റേഞ്ച്. കൃത്യമാണല്ലോ? ഇനി ഈ ലഡാക്ക് റേഞ്ചിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന റേഞ്ച് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അതാണേത്, കൈലാഷ് റേഞ്ച്. അതാണേത്, കൈലാഷ് റേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കൈലാസ് പർവ്വതമൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ലേ, നമ്മളുടെ പ്രധാനപ്പെട്ട നദികളുടെയൊക്കെ ഉത്ഭവസ്ഥാനം അല്ലേ, സിന്ധു നദിയാകട്ടെ, അല്ലെങ്കിൽ അതിന് ഒരു വശത്തും ഇതിന് മറുവശത്തും, മാനസരോവറിൻ്റെ ഒരു വശത്തും മറുവശത്തും ഒക്കെ ആയിട്ടാണ് ഇത് ബ്രഹ്മപുത്ര, സിന്ധുവിൻ്റെയൊക്കെ കുറച്ച് മാറിയിട്ടാണ് ഇവയുടെയൊക്കെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിലാണ് ഇവിടുത്തെ പർവ്വതനിരകൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹിമാലയാസ് എന്ന് പറയുന്ന ഈ 3 പർവ്വതനിരകളും അതിനപ്പുറത്തേക്ക് ട്രാൻസ് ഹിമാലയാസിലെ ഈ പ്രധാനപ്പെട്ട പർവ്വതനിരകളും എവിടെയെല്ലാമാണ് എന്ന കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇതിന് പുറമെ ഇവിടെ പൂർവാഞ്ചലുണ്ട്.
അത് പൂർവാഞ്ചലിൻ്റെ ഭാഗമാണ് പട്കായിബം, നാഗാ ഹിൽസ്, ഗാരോ ഖാസി ജൈൻഷ്യ ഹില്ലുകൾ, മിസോ ഹില്ലുകൾ എന്നിവ. ഈ ഗാരോ ഖാസി ജൈൻഷ്യ ഹില്ലുകൾ മൂന്നും എവിടെയായിട്ടാണ് കിടക്കുന്നത് കൂട്ടുകാരെ? അവ മൂന്നും മേഘാലയയുടെ ഭാഗമായിട്ടാണ് കിടക്കുന്നത് എന്ന് കൂടി കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഓരോ റേഞ്ചുകളും ഏത് ഭാഗത്താണ്, ചില സമയങ്ങളിൽ ഇതിൻ്റെ ഓർഡറിൽ ചോദിക്കാറുണ്ട്. അതായത് ഏറ്റവും വടക്ക് കാറക്കോറമാണ്, അതിന് താഴെയാണ് ലഡാക്ക്, അതിന് താഴെയാണ് സസ്കർ, അതിന് താഴെയാണ് ഏത് ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഇന്നർ ഹിമാലയാസ്, അതിനും താഴെയായിട്ടാണ് എന്ത് കിടക്കുന്നത്? ലെസ്സർ അല്ലെങ്കിൽ മിഡിൽ ഹിമാലയാസ് അല്ലെങ്കിൽ ഹിമാചൽ കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു റേഞ്ചാണ് പീർ പഞ്ചൽ റേഞ്ച് അല്ലെങ്കിൽ ധോലാധാർ റേഞ്ച് തുടങ്ങിയവ. അതിനും താഴെയാണ് ഏത്? ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ ശിവാലിക് റേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ കിടക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാരൊന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൂട്ടുകാരോട് ജസ്റ്റ് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ കാറക്കോറം റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ജസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. കാറക്കോറം റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ കാറക്കോറം റേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2 നമുക്കറിയാമല്ലോ, പർവ്വതം, നമ്മളുടെ ലോകത്തിലെ രണ്ടാമത്തെ ഉയർന്ന പർവ്വതനിര. ഇതെവിടെയാണ്? കാറക്കോറം റേഞ്ചിലായിട്ടാണ് ഈ മൗണ്ട് K2 കിടക്കുന്നത്. കൃത്യമാണല്ലോ, മനസ്സിലായല്ലോ. ഇനി ഈ കാറക്കോറം റേഞ്ച് ഏതെല്ലാം നദികളുടെ ഇടയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഏതിൻ്റെയൊക്കെ ഇടയിലാണ് അറിയോ നിങ്ങൾ? നൂബ്ര നദിയുടെയും, ഏതാണ്? നൂബ്ര നദിയുടെയും ഷ്യോക്ക് നദിയുടെയും, ഏതാണ്? ഷ്യോക്ക് നദിയുടെയും, ഈ രണ്ട് നദികളുടെയും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? ഈ കാറക്കോറം റേഞ്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കാറക്കോറം റേഞ്ച് എവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ കാറക്കോറം റേഞ്ചിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പേര് കൂട്ടുകാർ ഓർത്ത് വെക്കണം. അതേതാണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ. ഏതാണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ അല്ലേ? നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഇത്, സിയാച്ചിൻ ഗ്ലേഷ്യർ. ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ കാറക്കോറം റേഞ്ചിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ കൂട്ടുകാർക്ക്? കാറക്കോറം റേഞ്ചുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അത് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നൂബ്രയുടെയും ഷ്യോക്കിൻ്റെയും ഇടയിലാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ കാറക്കോറം റേഞ്ച്. ഇനി ഈ ഷ്യോക്കിൻ്റെയും, ഏതാണ്? ഈ ഷ്യോക്കിൻ്റെയും ഇൻഡസിൻ്റെയും, ഏതാണ്? ഈ ഷ്യോക്കിൻ്റെയും ഇൻഡസിൻ്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്? ലഡാക്ക് റേഞ്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഷ്യോക്ക് നദിയുടെയും ഇൻഡസിൻ്റെയും ഇടയിലാണ് ആര് കിടക്കുന്നത്? ലഡാക്ക് കിടക്കുന്നത്. ഈ ലഡാക്കിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത്? ഇങ്ങനെ ഈ ലഡാക്ക് ഇങ്ങനെ വരച്ചിട്ട് എക്സ്റ്റൻഷനാണ് എന്ത് കിടക്കുന്നത്? കൈലാസ് റേഞ്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ കൈലാഷ് റേഞ്ച് ഈ ലഡാക്ക് റേഞ്ചിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത് ചെയ്യുക? കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തേതാണ്? സസ്കർ റേഞ്ച്. ഈ സസ്കർ റേഞ്ചിന് ആ പേര് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് പറയാം എന്താണ്? സസ്കർ റിവർ ആ വഴിക്ക് ഒഴുകുന്നുണ്ട്. ഇതേ പേരിലുള്ള സസ്കർ റിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയൊരു എന്താ പറയുക, ഗോർജ് ഇല്ലേ, ഒരു വലിയ എന്ത് സൃഷ്ടിച്ചുകൊണ്ട്, ഒരു ഗോർജ് സൃഷ്ടിച്ചുകൊണ്ട്, ഒരു വലിയ ഗോർജ് സൃഷ്ടിച്ചുകൊണ്ട് ഈ സസ്കർ റിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ ഒഴുകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ സസ്കർ റേഞ്ചിലാണ് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പാസുകൾ. ഏതൊക്കെയാണ്? ലിപുലേഖ് പാസും, ഏതൊക്കെയാണ്? ലിപുലേഖ് പാസും, അതുപോലെ തന്നെ ഏതാണ്? ഷിപ്കീല പാസും. ലിപുലേഖ് പാസും ഷിപ്കീല പാസും, ഇത് രണ്ട് പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പാസുകളും എവിടെ കാണും? നമുക്ക് സസ്കർ റേഞ്ചിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമല്ലേ? സംശയങ്ങളില്ലല്ലോ. ഇനി നമ്മളിവിടെ എന്താണ് പറയാൻ ബാക്കിയുള്ള? ഏതാ? ഈ പീർ പഞ്ചൽ റേഞ്ച് അല്ലേ? ഈ പീർ പഞ്ചൽ റേഞ്ച് എവിടെയാണ്? നമ്മളുടെ ഈ ലെസ്സർ ഹിമാലയാസിൻ്റെ ഭാഗമാണ്. ഈ ലെസ്സർ ഹിമാലയ മൊത്തം വലിയ റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ് ഏത്? ഈ പീർ പഞ്ചൽ റേഞ്ച്. ഈ പീർ പഞ്ചൽ റേഞ്ച് ഏതാണ്? ഈ പീർ പഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് നമ്മുടെ ഈ സിന്ധു നദിയെ സൃഷ്ടിക്കുന്ന 5 നദികളില്ലേ, ആ 5 നദികളെ ബേസ് നദിയുടെയും, ഏതാണ്? ബേസ് നദിയുടെയും രവി നദിയുടെയും ഇടയിലായിട്ടാണ് പീർ പഞ്ചൽ റേഞ്ച് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? പീർ പഞ്ചൽ റേഞ്ച് കിടക്കുന്നത് എന്തിൻ്റെ ഇടയിലാണ്? ബേസ് രവിയുടെയും രവി റിവറിൻ്റെയും ഇടയിലാണുള്ളത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടെയിൻ പാസ്സാണ് ഏത്? ബനിഹാൾ പാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ബനിഹാൾ പാസ് എവിടെയാണ്? ഇതിന് അതുപോലെ തന്നെ ഹജിപീർ പാസ് എന്ന് പറഞ്ഞ മറ്റൊരു പാസ് കൂടിയുണ്ട്. ഏതാണ്?
ഹജിപീർ പാസ് എന്ന് പറഞ്ഞ മറ്റൊരു പാസ് കൂടി എവിടെയാണ്? ഇതേ സ്ഥലത്താണ്. പക്ഷേ ബനിഹാൾ പാസ് കുറച്ചുകൂടി എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറേയധികം ഡേറ്റയും കുറേ പേരുകൾ, കുറേ റിവറുകളുടെ പേരുകൾ, കുറേ പീക്കുകളുടെ പേരുകൾ, അവിടെയുള്ള ഉണ്ടാക്കുന്ന പ്രധാന ഗോർജിൻ്റെ പേര്, മൗണ്ടൻ പാസുകളുടെ പേര്, ഈ രീതിയിൽ റാൻഡമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ റാൻഡമായി പറയുന്ന ഓരോ കാര്യങ്ങളും പലതവണയായി പലയിടങ്ങളിൽ പല എക്സാമുകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സിയാച്ചിൻ എന്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം, മൗണ്ട് കേട്ടു ഏത് മൗണ്ടൻ റേഞ്ചിൻ്റെ കാര്യമാണ്, കൈലാഷ് റേഞ്ച് ഏത് റേഞ്ചിൻ്റെ എക്സ്റ്റൻഷനാണ്, പീർപഞ്ചൽ റേഞ്ച് ഏത് പർവ്വതനിരയുടെ ഭാഗം, ഏത് എന്താ പറയുക ഇതേപോലെ എന്താ പറയുക എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ് തുടങ്ങിയതൊക്കെ പല തവണയായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വളരെ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. പറ്റിയ മാപ്പ് വരച്ച് തന്നെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്കതൊരു പ്രാക്ടീസ് ആവും. പിന്നീട് നിങ്ങളത് എന്ത് ചെയ്യില്ല, മറക്കില്ല എന്ന കാര്യം കൂടി കൂട്ടുകാരെ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിലെ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങൾ മൊത്തം, സത്യം പറഞ്ഞാൽ അത് വലിയൊരു ക്ലാസ്സായിട്ട് കുറേ സമയമെടുത്ത് എടുക്കേണ്ട കാര്യമാണ്. നമ്മളത് വളരെ വേഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. കുറേ കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ശിവാലിക് റേഞ്ച് കൂടിയേ നമ്മൾ പറയാൻ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ശിവാലിക് റേഞ്ച് എന്ത് പേരിൽ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു? ഔട്ടർ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ശിവാലിക് റേഞ്ചാണ് എന്ന കാര്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. എവിടെയാണ് നോക്കൂ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്ന് എവിടേക്കാണ്. ജമ്മു കാശ്മീരിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതെന്ത് ചെയ്യുകയാണ്, ആസാം വരെ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്കെ ആണല്ലോ. ശിവാലിക് റേഞ്ച് എന്താണ്, ആ രീതിയിലാണ് പോകുന്നത്. ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. വലിയ പ്രശ്നങ്ങളില്ല, കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 43ാമത് ചോദ്യം ഏതാണ്? 43ാമത് ചോദ്യം എന്താണ്? 43ാമത് ചോദ്യം, ധൗളാധാർ റേഞ്ച്, ദ ധൗളാധാർ റേഞ്ച് ഇൻ ദി ഹിമാലയാസ് ഈസ് പാർട്ട് ഓഫ് എന്നതാണ് ചോദ്യം. എന്തിൻ്റെ ഭാഗമാണ് ധൗളാധാർ റേഞ്ച് എന്നതാണ് ചോദ്യം. ഏതിൻ്റെ ഭാഗമാണ്? സെൻട്രൽ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നേരത്തെ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധൗളാധാർ റേഞ്ച് ഏത് ഹിമാലയാസിൻ്റെ ഭാഗമാണെന്ന്. സെൻട്രൽ ഹിമാലയാസ് ആണോ, ലെസർ ഹിമാലയാസ് ആണോ, ട്രാൻസ് ഹിമാലയാസ് ആണോ, ശിവാലിക് ആണോ എന്നതാണ് ചോദ്യം. ഏതാണ് കൂട്ടുകാരെ പറഞ്ഞത്, ഓർമ്മയില്ലേ? ഏതാണ്? ലെസ്സർ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഏത്? ധൗളാധാർ റേഞ്ച് അല്ലേ. ഹിമാദ്രിയുടെ ഭാഗമല്ല അല്ല, ഹിമാദ്രി കഴിഞ്ഞ് തൊട്ട് താഴെയുള്ളതാണ് ഏത്? ഹിമാചൽ റേഞ്ച് അഥവാ ലെസ്സർ ഹിമാലയാസ്. ഈ ലെസ്സർ ഹിമാലയാസിൻ്റെ ഭാഗമാണ് ഏത് കിടക്കുന്നത്? ലെസ്സർ ഹിമാലയാസിൻ്റെ ഭാഗമായിട്ടാണ് ആര് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ധൗളാധാർ റേഞ്ച്. ധൗളാധാർ റേഞ്ച് മാത്രമാണോ? അതായത് പീർ പഞ്ചൽ റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീർ പഞ്ചൽ റേഞ്ച്. അതുപോലെ തന്നെ ഏതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ധൗളാധാർ റേഞ്ച്. ഏതായിരുന്നു? ധൗളാധാർ റേഞ്ച്. ഇത് രണ്ടും ധൗളാധാർ റേഞ്ച് ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ ആണ് ഇത് കൂടുതലായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്? മുസൂറി റേഞ്ച്. ഏതാണ്? മുസൂറി റേഞ്ച്. പിന്നെ ഒരു റേഞ്ച് കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് ഞാൻ ആലോചിക്കേണ്ടായിരുന്നത്, നക്തിബ റേഞ്ച്. ഇത് രണ്ടും എവിടെയാണ്? UK, യുണൈറ്റഡ് കിങ്ഡം അല്ല, ഉത്തരാഖണ്ഡ്. ഓക്കെ, ധൗളാധാർ റേഞ്ചിൻ്റെ എവിടെയായിട്ടാണ് വരുന്നത്? അത് ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവ കിടക്കുന്നത്. പീർ പഞ്ചൽ റേഞ്ചിൻ്റെ ഒരു തുടക്കം നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഈ പറഞ്ഞ റേഞ്ചുകളൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ലെസ്സർ ഹിമാലയാസ് അഥവാ ഹിമാചലിൻ്റെ ഭാഗമാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെ കിടക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ കണ്ടു ലെസ്സർ ഹിമാലയാസ് എങ്ങനെയാണ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ താഴെയാണ് എന്ത് കിടക്കുന്നത്? ശിവാലിക് കിടക്കുന്നത് അല്ലേ. ഇനി ഇത് മനസ്സിലാക്കുക, ഈ ലെസ്സർ ഹിമാലയാസിൻ്റെയും ഔട്ടർ ഹിമാലയാസ് അഥവാ ശിവാലിക് അഥവാ ഔട്ടർ ഹിമാലയാസിൻ്റെയും ഈ ലെസ്സർ ഹിമാലയാസിൻ്റെയും ഇടയിൽ ഈ രണ്ട് ഇത് രണ്ട് ഹൈറ്റ് കൂടിയ പർവ്വതനിരകളാണ് ഇവ അടിസ്ഥാനപരമായിട്ടല്ലേ. ഇവയുടെ ഇടയിലുള്ള ഈ ഭാഗമില്ലേ കൂട്ടുകാരെ, ഇവയുടെ ഇടയിലുള്ള ഈ ഭാഗം, ഇവിടങ്ങൾ എന്താണ്? ഇവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന പല നദികളും സൃഷ്ടിക്കുന്ന വാലികളാണ്, താഴ്വരകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ടിൻ്റെയും, അതായത് ഈ ലെസ്സർ ഹിമാലയാസിൻ്റെയും ഔട്ടർ ഹിമാലയാസിൻ്റെയും ഇടയിലുള്ള ഈ വാലികൾ അറിയപ്പെടുന്നത് ഡൺസ് എന്ന പേരിലാണ്. ഏതാണ്? ഡൺസ് എന്ന പേരിലാണ്.
ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലയിടങ്ങളിലും അല്ലേ. എന്താണ്? ഡെറാഡൂൺ അല്ലേ. ഡെറാഡൂൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. അതെന്താണ്? ഒരു ഡൺ, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണത്. അതുപോലെ തന്നെ ഏതാണ്? കോട്ട്ലീധൺ. ഏതാണ്? കോട്ട്ലീധൺ, പത്ലീധൺ, പത്ലീധൻ. ഇതിൻ്റെയൊക്കെ അവസാനം ഈ ധൻ ചേർത്താൽ മതി. ഈ ധൻ ഇതിൻ്റെയൊക്കെ അവസാനം ചേർത്ത ഭാഗങ്ങൾ ദെറാധൻ, കോട്ട്ലീധൻ, പത്ലീധൻ എന്ന പേരിൽ വാലികൾ നമുക്ക് ഇവയുടെ രണ്ടുപേരുടെയും ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇനി അപ്പോൾ 2 റേഞ്ചുകളുടെ കാര്യം പറഞ്ഞു. ഇതിനും അപ്പുറത്താണ് ഏത് കിടക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്ത് കിടക്കുന്നത്? ഇന്നർ ഹിമാലയാസ് അഥവാ ഏതായിരുന്നു? നമ്മളുടെ ഹിമാദ്രി കിടക്കുന്നത്. അവിടെയാണ് ഏതൊക്കെ? എവറസ്റ്റ്, K2, നമ്മളുടെ മൗണ്ട് K2 ഇല്ലേ, മൗണ്ട് K2, കാഞ്ചൻജംഗ, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ എവിടെ കിടക്കുന്നത്? വലിയ വലിയ ആളുകളൊക്കെ ഈ ഇന്നർ ഹിമാലയാസ് അഥവാ ഹിമാദ്രിയുടെ ഭാഗമായിട്ടാണ്. 3ാമത്തെ ഏറ്റവും മുകളിലുള്ള റേഞ്ചിലാണ് കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്ത് കിടക്കുന്നു? ട്രാൻസ് ഹിമാലയാസ് ആണ്. കൃത്യമായല്ലോ. അപ്പോൾ ആ ഒരു റേഞ്ച് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കൂട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ധൗളാധാർ റേഞ്ച് എന്തിൻ്റെ ഭാഗമാണ്? ധൗളാധാർ റേഞ്ച് ഈസ് എ പാർട്ട് ഓഫ് ലെസ്സർ ഹിമാലയാസ്. ക്ലിയർ ആണ്? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയാസ്? എന്താണ് ചോദ്യം? താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയാസ് എന്നതാണ് ചോദ്യം. ആൻസർ ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, K2, ധൗളാഗിരി, മക്കാലു. വളരെ എളുപ്പമുള്ള ആൻസറാണ്. രണ്ടാമൻ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമനിൽ 2 എന്നുള്ള പേര് കൂടിയുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? K2, മൗണ്ട് K2 ആണ് ഹിമാലയാസിലെ 2ാമത്തെ ഉയരം കൂടിയവൻ. 1ാമൻ മൗണ്ട് എവറസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ഇനി K2 എന്ന് പറയുന്നതിന് പല പ്രത്യേകതകളുണ്ട്. K2 അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? മൗണ്ട് K2 അറിയപ്പെടുന്നത്. ലോക്കലി, അതായത് പ്രാദേശികമായിട്ട് അത് അറിയപ്പെടുന്ന പേര് ശ്രദ്ധിക്കുക. എന്താണ്? ഡെപ്സാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാണ്? ഡെപ്സാങ് എന്ന പേരിലും, അല്ലെങ്കിൽ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ചോഗ്രി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ചോഗ്രി എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് ഡെപ്സാങ് എന്ന പേരിലും ചോഗ്രി എന്ന പേരിലും അറിയപ്പെടുന്ന പർവ്വതമേത്? മൗണ്ട് K2. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതമേത്? മൗണ്ട് K2. മൗണ്ട് K2 ഏത് മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? കാറക്കോറം റേഞ്ചിൻ്റെ ഭാഗമാണ്. എന്തിൻ്റെ ഭാഗമാണ്? കാറക്കോറം റേഞ്ചിൻ്റെ ഭാഗമാണ്. 8611 മീറ്റർ ഉയരമുള്ള ഈ പർവ്വതം ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എവറസ്റ്റ് എവിടെ പോയി? എവറസ്റ്റ് നേപ്പാളിൽ പോയി അല്ലേ. നമ്മളുടെ K2 എവിടേക്ക് പോകുന്നുണ്ട്? K2 പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഒരു പ്രത്യേക വാക്ക് വെച്ചിട്ട്, അതായത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ എന്താ പറയുക, സംശയലേശമന്യേ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പർവ്വതം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നത്? കാഞ്ചൻജംഗ എന്ന് നമ്മൾ പറയുന്നത്. കാരണം കാഞ്ചൻജംഗ എന്താണ്? കൃത്യമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മൗണ്ട് K2 എവിടെയാണ്? നമ്മുടെ ഭാഗമായിട്ടാണുള്ളത്. കാരണം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ പാകിസ്ഥാൻ അല്ല കൊടുത്തിരിക്കുന്നത്, ആർക്ക് തന്നെയാണ്? ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക? കൂട്ടുകാർ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണ് ആ കാര്യത്തിനെക്കുറിച്ച് എന്നുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയ്യസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലുള്ള ഹയ്യസ്റ്റ് പീക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലുള്ള ഹയ്യസ്റ്റ് പീക്ക് ഏതാണ് കൂട്ടുകാരെ? ഈ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലുള്ള ഹയ്യസ്റ്റ് പീക്ക് ഏതാ? കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണോ? മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല. ഹയ്യസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതേതാണ്? അത് കാഞ്ചൻജംഗയാണ് എന്ന കാര്യം കൂട്ടുകാർ പ്രത്യേകം ഓർത്തിരിക്കുക. ഹയ്യസ്റ്റ് പീക്ക് ഇൻ വേൾഡ് അല്ല, ഹയ്യസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത് കാഞ്ചൻജംഗയാണ് എന്ന കാര്യം കൂട്ടുകാർ ഓർത്തിരിക്കുക. എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? 46ാമത് ചോദ്യം എന്താണ്? വെസ്റ്റേൺ ഗാട്സ്
ആൻഡ് ഈസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും കൂടി മീറ്റ് ചെയ്യുന്നത് ഏത് ഹിൽസിലാണ് എന്നതാണ് ചോദ്യം. ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ നീലഗിരി ഹിൽസ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? നീലഗിരി ഹിൽസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് അറിയാം, ഇതൊന്നും ഞാൻ വിശ്വസിക്കുകയാണ്. വെസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ പോകുന്നുണ്ട് താഴത്തേക്ക്, ഈസ്റ്റേൺ ഗാട്സ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇതൊരു ട്രൈ ജംഗ്ഷനാണ് അല്ലേ? ഇതെന്താണ്? ഒരു ട്രൈ ജംഗ്ഷനാണ്. ഇവിടെ എന്താണ്? കേരളം കിടക്കുന്നുണ്ട്, മുകളിലേക്ക് ഏത് കിടക്കുന്നുണ്ട്? കർണാടകം കിടക്കുന്നുണ്ട്, ഇവിടേക്ക് തമിഴ്നാട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മൂന്നും കൂടി കൂടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈ നീലഗിരി എന്ന് പറയുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഒക്കെ അവിടെയുണ്ട് അല്ലേ? ഇത് എന്തിൻ്റെ ഭാഗമാണ്? ഇത് 3 പേരും കൂടുന്ന ട്രൈ ജംഗ്ഷനിലാണ് നമുക്ക് നീലഗിരി ഹിൽസ് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലുമായിട്ടാണ് നീലഗിരി ഹിൽസ് കിടക്കുന്നതെന്ന് ആലോചിക്കുക. ഇനി നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് നീലഗിരി ഹിൽസ്? അപ്പോൾ താഴെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് നീലഗിരി ഹിൽസുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ശരിയല്ലാത്തത് എന്നതാണ് ചോദ്യം. ശരിയല്ലാത്തതാണ് ചോദ്യം, ശരിയായിട്ടുള്ളതല്ല ചോദ്യം. ശരിയല്ലാത്തത് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ദോഡാബേട്ട ഈസ് ദ ഹയ്യസ്റ്റ് പീക്ക് ഓഫ് ദിസ് ഹിൽസ്. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ദോഡാബേട്ടയാണ് ഇവിടെ എന്ത്? ഹയ്യസ്റ്റ് പീക്ക്. ഈ നീലഗിരി ഹിൽസിൻ്റെ ഭാഗമായിട്ടുള്ള ദോഡാബേട്ടയാണ് ഏത്? ഹയ്യസ്റ്റ് പീക്ക് ഓഫ് ദിസ് ഹിൽസ് എന്നത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ ഗാട്സ് ഓഫ് ഇന്ത്യ. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗമായിട്ടാണ് നീലഗിരി ഹിൽസ്. ഈ നീലഗിരി ഹിൽസിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഈസ്റ്റേൺ ഗാട്സ് വന്നിട്ട് ചേരുന്നുണ്ട്. വെസ്റ്റേൺ ഗാട്സ് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് ഈസ് എ മൗണ്ടേനിയസ് റീജിയൻ ഓഫ് കർണാടക. ശരിയാണോ? ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം കർണാടകയിൽ മാത്രമായി കിടക്കുന്നൊരു മൗണ്ടേനിയസ് റീജിയൻ അല്ല. പകരം എന്താണ്? കേരളത്തിൻ്റെയും കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും കൂടുന്നൊരു ട്രൈ ജംഗ്ഷനിലാണ് എന്ത് കിടക്കുന്നത്? ഈ ഒരു മൗണ്ടൻ റേഞ്ച് കിടക്കുന്നത്. അടുത്തത് എന്താ? ടീ ആൻഡ് കോഫി ആർ ഗ്രോൺ എക്സ്റ്റെൻസീവ്ലി ഓൺ ദീസ് ഹിൽസ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ മൗണ്ടേനിയസ് റീജിയൻ ഓഫ് കർണാടക എലോൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഈ നീലഗിരി ഹിൽസിനെ കുറിച്ച് പല തവണ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും കൂടിച്ചേരുന്ന ഇടം, ഈ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ പേര് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ബ്ലൂ മൗണ്ടെയ്ൻസ് എന്നറിയപ്പെടുന്നത് ഏത്? ബ്ലൂ മൗണ്ടെയ്ൻസ് എന്ന് വെച്ചാൽ നീലഗിരി. എന്താണ്? നീലഗിരി എന്നല്ലേ പേര് കൂട്ടുകാരെ? നീലഗിരി, നീല എന്താണ്? ബ്ലൂ, ഗിരി എന്താണ്? പർവ്വതം അല്ലേ? മൗണ്ടെയിൻ. അപ്പോൾ നീലഗിരി, ബ്ലൂ മൗണ്ടെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രൈ ജംഗ്ഷൻ എന്ത് ചെയ്യുക? പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഇനി നീൽഗിരി ഥാറും ചോദിക്കില്ല. ഥാർ എന്ന് പറയുന്നത് എന്താണ്? ആ വരയാടുകളുണ്ടല്ലോ, അവയെ കാണുന്നത് എവിടെയാണെന്നും ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം. ആ ഥാർ വരയാടുകൾ ഏറ്റവും ഫേമസ് ഏതാണ്? ഈ നീലഗിരി മൗണ്ടെയിൻസിലാണ്. അതുപോലെ തന്നെ ഇവിടെ വസിക്കുന്ന ചില പ്രധാനപ്പെട്ട ട്രൈബുകളുണ്ട്. അവയുടെ പേര് ഓർത്ത് വയ്ക്കുക. തോഡാസ്, അതുപോലെ തന്നെ ഏതാണ്? കുറുംബാസ്. ഏതാണ്? കുറുംബാസ്, പണിയാസ്, പണിയ, അടിയാൻ ഇവയൊക്കെ, അടിയാൻ, പണിയ, കുറുമ്പ, തോട ഇവയൊക്കെ ഏത് ട്രൈബാണ്? ഇവയൊക്കെ ഈ നീലഗിരി ഹിൽസിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ആരാണ്? ട്രൈബുകളാണ്. അതുപോലെ തന്നെ ഏതാണ്? നീലക്കുറിഞ്ഞി അല്ലേ? നീലക്കുറിഞ്ഞി പൂക്കുന്ന, അല്ലെങ്കിൽ ഈ പേര് നീലഗിരി ഹിൽസിന് ഈ പേര് ലഭിക്കുന്നതിന് തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരിടം കൂടിയാണ് ഇത്, ഈ നീലഗിരി ഹിൽസ് എന്ന കാര്യം കൂട്ടുകാർ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നീലഗിരി ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന, അല്ലെങ്കിൽ നീലഗിരി ഹിൽസിലൂടെ എന്താണ് ഡ്രെയിൻ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട നദികൾ കൂട്ടുകാരെന്ന് ചെയ്യണം? ഓർത്ത് വെക്കണം. അവ ഏതൊക്കെയാണ്? ഭവാനി, കബിനി, അതുപോലെ തന്നെ ഇവ രണ്ടും അങ്ങോട്ടൊഴുകുമ്പോൾ, തമിഴ്നാട്ടിലേക്ക് പിന്നീട് ഒഴുകുമ്പോൾ ചാലിയാർ എന്ത് ചെയ്യുകയാണ്? അത് കേരളത്തിലേക്ക് ഒഴുകി വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭവാനി, കബിനി, ചാലിയാർ എന്നിവ എങ്ങനെയാണ്? ഇവ ഈ ഒരു നീലഗിരി ഹിൽസ് ഡ്രെയിൻ ചെയ്യുന്ന നദികളാണ് എന്ന് കൂട്ടുകാർ ആലോചിക്കുക. ഇനി നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. എന്താണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ്
കുറേയധികം വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, അതായത് മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഏതാണ്? മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവ രണ്ടും എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറികളാണ്. മുതുമലയാണെങ്കിലും വയനാടാണെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറികളാണ്. ഇനി വേറെ എന്തുണ്ട് കൂട്ടുകാരെ? ഇനി വേറെ നാഷണൽ പാർക്കുകളുണ്ട്. എന്തുണ്ട്? നാഷണൽ പാർക്കുകളുണ്ട്. ഈ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്? ബന്ദിപ്പൂർ നാഷണൽ പാർക്കുകൾ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. നാഗർഹോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, നാഗർഹോൾ നാഷണൽ പാർക്ക്. പിന്നെ ഏതായിരുന്നു? സൈലൻറ്റ് വാലിയുടെ ഒരു ഭാഗം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സൈലൻറ്റ് വാലിയുടെ ഒരു ഭാഗം. അതുപോലെ തന്നെ മക്കുർത്തി നാഷണൽ പാർക്ക്. ഇവയൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്, നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാർ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ നീലഗിരി ഹിൽസ്. അപ്പോൾ നീലഗിരി ഹിൽസിനെ കുറിച്ച് കഴിഞ്ഞ ഒരൊറ്റ തവണ മാത്രം എന്താണ് 3 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് പല രീതിയിൽ. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് ഓൾറെഡി പറഞ്ഞൊരു ചോദ്യമാണ്. ഇനി നമ്മളവിടെ അധികം കളിച്ച് നിൽക്കുന്നില്ല. ഏതാണ്? ദോഡാബേട്ടയാണ് ഏത്? നീലഗിരി ഹിൽസിലെ ഹയസ്റ്റ് പീക്ക് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യം കൂട്ടുകാരോട് പറയാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ പ്രധാനപ്പെട്ട കുറേ എന്തുണ്ട്? ഹയ്യസ്റ്റ് പീക്കുകൾ ഉണ്ട്. അതായത് പല പല സംസ്ഥാനങ്ങളുടെയും ഹയ്യസ്റ്റ് പീക്ക് ഏതാണ് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതെന്ത് ചെയ്യേണ്ടതുണ്ട്? അതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് കൂട്ടുകാർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഏതാണ്? ആനമുടിയാണ് എന്നെന്ത് ചെയ്യാം? നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ? അതുപോലെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മറ്റ് ചില സംസ്ഥാനങ്ങളുടെ കാര്യം കൂടി ഓർക്കണം. ഇപ്പോൾ ദോഡാബെട്ട നമ്മൾ പറഞ്ഞില്ലേ? ദോഡാബെട്ട ഏത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പീക്കാണ്? അത് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ പീക്കാണ് ഏത്? ദോഡാബെട്ട എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? അതുപോലെ കുറേയധികം ഇമ്പോർട്ടൻറ്റ് പീക്കുകളുണ്ട്. ഗുരുശിഖർ പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? രാജസ്ഥാനിലെ ഹയ്യസ്റ്റ് പീക്ക് മൗണ്ട് അബുവിൻ്റെ ഭാഗമായിട്ടുള്ള ഗുരുശിഖർ ഏതാണ്? രാജസ്ഥാനിലെ ഹയ്യസ്റ്റ് പീക്കാണത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിൽ കുറേ ഉണ്ട്. ഇപ്പോൾ ഷില്ലോങ് പീക്ക് മേഘാലയയിലെ ഏറ്റവും വലിയ പീക്കാണ്. മിസോറാമിൽ ഏതാണ്? ഫങ്പി ആണെന്നു മേഘാലയയിലെ അല്ല, ഷില്ലോങ് പീക്ക് മേഘാലയയിലെ, ഫങ്പി ആണെന്നു മിസോറാമിലെ ഏറ്റവും വലിയ പീക്ക്. അതുപോലെ തന്നെ കാൽസുബായ് ഏതാണ്? കാൽസുബായ് എവിടത്തെ അറിയോ നിങ്ങൾക്ക്? മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പീക്കാണ്. ഏതാണ്? മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? കാൽസുബായ്, വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ളത്. മനസ്സിലുണ്ടോ? മധ്യപ്രദേശിൻ്റെ ചോദിച്ചിട്ടുണ്ട് പലതവണയായിട്ട്. മധ്യപ്രദേശിൻ്റെ ഹയസ്റ്റ് പീക്ക് ഏതാണ് കൂട്ടുകാർക്ക് അറിയോ? ധൂപ്ഗർ ആണ്. ഏതാണ്? ധൂപ്ഗർ ആണ് ഏത്? മധ്യപ്രദേശിൽ സത്പുര റേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഏത് കിടക്കുന്നത്? ധൂപ്ഗർ കിടക്കുന്നത്. ഈ ധൂപ്ഗർ ആണ് മധ്യപ്രദേശിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ഏറ്റവും ഹയസ്റ്റ് പീക്കുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാരൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ബീഹാർ ചോദിച്ചതാണ്. ഞാൻ ജസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങ് പറഞ്ഞു പോവാം. ബീഹാർ എന്താണ്? അതിന് പ്രത്യേകതയാണ്. അതേതാണ്? സോമേശ്വർ ഫോർട്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? സോമേശ്വർ ഫോർട്ട് എന്ന പേരിലാണ് ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് ബീഹാറിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ രീതിയിൽ പ്രധാനപ്പെട്ട പീക്കുകൾ എന്ത് ചെയ്യുക കൂട്ടുകാരെന്ന് നോക്കി പോകുക. എനിക്കിപ്പോൾ ഇത് എല്ലാ സംസ്ഥാനങ്ങളെയും പറയാൻ പറ്റില്ല. ഉത്തരാഖണ്ഡ് ചോദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ഏതാണ്? നന്ദാദേവിയാണ് ഉത്തരാഖണ്ഡിലേത് ഹയസ്റ്റ് പീക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക കൂട്ടുകാർ? എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹയസ്റ്റ് പീക്ക് ഒന്ന് വായിച്ചു പോകുക. എല്ലാവരും പഠിക്കണം എന്നല്ല പറയുന്നത്, ഒന്ന് വായിച്ചു പോവുക. ഇതിലെ പ്രധാനപ്പെട്ട ചില ഹയസ്റ്റ് പീക്കുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ്ട് ഇത് ഇന്ന സംസ്ഥാനമായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഗസ് നടത്താനായിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാർക്ക് പറ്റണം എന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? ദ പ്രോസസ് ഓഫ് സീപ്പിംഗ് വാട്ടർ ഇൻ ടു ദ ഗ്രൗണ്ട് ഈസ് നോൺ ആസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ താഴത്തെ നിരയിൽ ഏതാണ്
ഗ്രൗണ്ടിലേക്ക് വെള്ളം പതുക്കെ സീപ്പിൻ ചെയ്തിറങ്ങുന്ന പ്രോസസ്സ് ഏതാണ്? നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇത് ബാക്കിയെല്ലാം എന്താണ്? ഓരോരോ എന്താ പറയുന്നത്, വെള്ളം എന്താ പറയുക സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്താ പറയുന്നത് സോഴ്സുകളെയാണ് കാണിക്കുന്നത്. ബൗറീസ് നിങ്ങൾക്കറിയാം അല്ലേ? സ്റ്റെപ്പ് വാളുകളെയാണ്, സ്റ്റെപ്പ് വെല്ലുകളെ ക്ഷമിക്കണം, സ്റ്റെപ്പ് വെൽസ്. നോർത്ത് ഇന്ത്യയിലുള്ള പല സ്റ്റെപ്പ് വെൽസുകളുണ്ട്, അവയാണ് ബൗറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെല്ല് നിങ്ങൾക്കറിയാം. അക്വിഫർ എന്താണ്? അക്വിഫർ അടിസ്ഥാനപരമായിട്ട് എന്താ, ഒരു മണ്ണിന് അടിയിലുള്ളൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പാറ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കുറേ എന്താ പറയുന്നത് ഈ രീതിയിൽ കിടക്കുന്ന കുറേ സെഡിമെൻറ്റ്സ്, ഇവയെല്ലാത്തിലും എന്താണ് വെള്ളം ശേഖരിച്ച് വയ്ക്കാം അവർക്ക് പറ്റും. മുകളിൽ നിന്ന് വരുന്ന വെള്ളം എന്താണ്, ഇവ ശേഖരിച്ച് വയ്ക്കും. പല രീതിയിൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ശേഖരിച്ച് വയ്ക്കപ്പെടും. മനസ്സിലാവുന്നത്? ഇതാണ് എന്ത്, ഇങ്ങനെ വെള്ളം ഉള്ള ഭാഗത്തിനെയാണ് അക്വിഫർ എന്ന് നമ്മൾ പറയുക. ഈ അക്വിഫറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുഴൽക്കിണറൊക്കെ ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെള്ളം അടിച്ച് മുകളിലേക്ക് കയറ്റുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ അക്വിഫർ എന്ന് പറയുന്ന ഏതാണ്, ഈ വെള്ളം ശേഖരിക്കുന്ന, ജലം ശേഖരിക്കപ്പെടുന്ന എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ഹോൾഡ് ചെയ്യപ്പെടുന്ന ആ ഒരു എന്താണ് പാറ, റോക്കിൻ്റെ ഒരു ഭാഗത്തിന്, സെഡിമെൻസിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ അക്വിഫർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ തന്നെ എന്താണ്, കൺഫൈൻഡ് അക്വിഫർ ഉണ്ട്, അതുപോലെ തന്നെ അൺകൺഫൈൻഡ് അക്വിഫർ ഉണ്ട്. കൺഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്, മുകൾ ഭാഗത്ത് എന്താണ്, മുകൾ ഭാഗം ഇങ്ങനെ ലോക്ക് ചെയ്യപ്പെട്ട രീതിയിലുള്ളവയാണ് ഇത് കൺഫൈൻഡ് അക്വിഫർ. ഇത് പോറസ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൂടെ എന്താണ്, മുകളിലേക്ക് ഇങ്ങനെ പോവില്ല. അൺകൺഫൈൻഡ് ആണെങ്കിലോ ഇത് പോറസ് ആണ്, മുകളിലേക്ക് എന്ത് ചെയ്യും, വെള്ളം നമുക്ക് മുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിലെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണവും എന്താണ് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് എന്താണ്, ഈ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന രീതി ഏത് തന്നെയാണ്, ആൻസർ ഏതാണ്? അത് സെക്കൻഡ് ആൻസർ ഇൻഫിൽട്രേഷൻ ആണ്. ദ പ്രോസസ് ഓഫ് സീപ്പിംഗ് വാട്ടർ ഇൻ ടു ദ ഗ്രൗണ്ട് എന്നത് മനസ്സിലാക്കുക. കണ്ടോ, ഇൻഫിൽട്രേഷൻ എന്താണ്, താഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുന്നത് എന്താണ്, സബ് സോയിലിൻ്റെ ഭാഗമാണ്. ഈ സർഫേസിലൂടെ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ ഒഴുകും. അതിനും താഴത്തേക്കാണ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. ഇവ ഇങ്ങനെ ഒഴുകി പോയിട്ട് അവസാനം എന്ത് ചെയ്യും, ഏതെങ്കിലും പുറമേയുള്ളൊരു ഡിസ്ചാർജിലേക്ക്, പുറമേയുള്ള ഒരു കുളത്തിലേക്കോ കായലിലേക്കോ എന്തിലേക്കോ കിണറിലേക്കോ എന്ത് ചെയ്യും, ഇവ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ എന്ത് പോവുകയാണ്. അടുത്ത ചോദ്യം എന്താണ്? ദ നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ്. The natural aging of a lake by nutrient enrichment of its water is termed as. ഇതാണ് കീവേഡ്. ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് കൊണ്ട് ഒരു ലേക്കിൻ്റെ ഏജിങ് നടക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലാത്തൊരു രീതികളല്ല. ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് എന്നതാണ് കൃത്യമായിട്ടുള്ള വാക്ക്. ആൻസർ എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? യൂട്രോഫിക്കേഷൻ ആണോ, എക്സ്ട്രാക്ഷൻ ആണോ, ന്യൂട്രിഫിക്കേഷൻ ആണോ, ഡീന്യൂട്രിഫിക്കേഷൻ ആണോ? ആൻസർ ഈ ന്യൂട്രിയൻ്റ് എന്നത് കണ്ടുകൊണ്ട് നമ്മൾ ന്യൂട്രിഫിക്കേഷനൊക്കെ പോവും, അതിനാണ് തന്നിരിക്കുന്നത്. ആൻസർ ഏതാണ്? യൂട്രോഫിക്കേഷൻ ആണ് ആൻസർ. ഏതാണ് ആൻസർ? യൂട്രോഫിക്കേഷൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. എന്താണ് അടിസ്ഥാനപരമായിട്ട് യൂട്രോഫിക്കേഷൻ അറിയോ കൂട്ടുകാരെ? കുറേ കാലം ഇങ്ങനെ ഒരു കായലുണ്ടെന്ന് വിചാരിക്കും. ഈ കായലിലേക്ക് പല അപ്പുറവും ഇപ്പുറവും പല സ്ഥലത്തും ചിലപ്പോൾ കൃഷി അല്ലേ, ഇവിടെ കുറേ എന്തുണ്ടാകും, കുറേ അധികം ഈ ഒരു ഏരിയയിൽ മൊത്തം എന്തായിരിക്കും, ഈ ഏരിയയിൽ മൊത്തം പാടങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഈ പാടത്തൊക്കെ കൃഷി നടക്കുന്നുണ്ട്. കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, ഇവിടെ കുറേ കെട്ടിടങ്ങളും അവയുടെ മുകളിൽ എന്താണ് പുകക്കുഴലൊക്കെ ആയിട്ട് കുറേ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന എന്താ പറയുക ഫെർട്ടിലൈസറുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫെർട്ടിലൈസറുകൾ വളങ്ങൾ ഈ പാടത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ഫാക്ടറികളിൽ നിന്ന് എന്താണ് പല രീതിയിലുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, തള്ളപ്പെടുന്നുണ്ട്. ഇവിടെ എന്താണ് ഒരു ചെറിയൊരു എന്തുണ്ട്, ഒരു പുഴയോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ഈ പാടത്ത് നിന്ന് എന്താണ് വെള്ളം അല്ലേ, ഇവിടെ വേറെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു പുഴ ഈ വഴിക്ക് ഒഴുകി വരുന്നുണ്ടെന്ന് കൂട്ടുകാർ വിചാരിക്കുക. എന്തോ ഒരു സാധനം ഒഴുകി വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചാലാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ പാടത്തിലേക്ക് ഇവിടെ നിന്ന് ഇൻലെറ്റ് ഉണ്ടാകും അല്ലേ, വെള്ളം കയറ്റാൻ. എന്നിട്ട് ഇങ്ങനെ ഒഴുകി എല്ലാവിടേക്കും വെള്ളം എത്തിച്ചിട്ട് എന്ത് ചെയ്യും, ഈ വെള്ളത്തിന് ഇപ്പുറത്തേക്ക് ഒരു ഔട്ടും കൊടുക്കും അല്ലേ. ഈ വെള്ളം ഒഴുകിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ചേരും. ഇങ്ങനെയാണല്ലോ സാധാരണ കൃഷിയിൽ. നിങ്ങൾ കൃഷി ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കും, ഒരു കനാൽ പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു വാട്ടർ ഇന്ന് കൊടുക്കും, അവസാനം എല്ലാ പാടശേഖരത്തേക്ക് ഇത് എത്തിയിട്ട് ഒരു ഔട്ടും പോകുന്നുണ്ടാവും. ഈ പോയി വരുന്ന വെള്ളം എന്താണ്, ഇവിടെയുള്ള ഈ ഫെർട്ടിലൈസറുകളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫെർട്ടിലൈസറിനെയൊക്കെ ഇത് ലയിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഫെർട്ടിലൈസർ അവസാനം എന്ത് ചെയ്യും, ബാക്കിയാകുന്ന ചെടിയെടുക്കുക. അതായത് പലപ്പോഴും ഫെർട്ടിലൈസർ കൃത്യമായ അളവിലെ ചെടികളിൽ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസറുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ചെടികൾക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് വേണ്ടി വരുള്ളൂ. ബാക്കിയാകുന്ന ഫെർട്ടിലൈസറുകൾ ഈ വെള്ളത്തിൽ കലർന്ന് എന്ത് ചെയ്യും, ഇവ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരും. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റും. ഈ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ പല വിധത്തിലുള്ള ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇവ തള്ളും. ഇവയും ഇത്തരം ജലാശയങ്ങളിലേക്ക് എത്തും. ഇവയുടെ ഈ ഒരു ഫെർട്ടിലൈസറുകളുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൻ്റെയൊക്കെ വന്ന് ചേരൽ കാരണം എന്ത് സംഭവിക്കും അറിയോ കൂട്ടുകാർക്ക്? ഇതിൻ്റെ റൺ ഓഫ് ഈ ജലാശയങ്ങളിലുള്ള നൈട്രജൻ്റെയും നൈട്രജൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റുകളുടെയും ഒക്കെ അളവ് കൂട്ടും.
മനസ്സിലാവുന്നുണ്ടോ? നൈട്രജൻ ഫോസ്ഫേറ്റ് അളവുകൾ എന്ത് ചെയ്യും? വല്ലാതെ കൂടും. ഈ കൂടുന്നത് എന്തിലേക്കാണ് നയിക്കുന്നത് കൂട്ടുകാരെ? ഇത് ന്യൂട്രിയൻസ് കൂടുതൽ ലഭിക്കുകയാണ്. അപ്പോൾ ന്യൂട്രിയൻസ് കൂടുതൽ ലഭിക്കുമ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? വല്ലാണ്ട് അവിടെ ഇവ ഉപയോഗിച്ച് വളരുന്ന ആൽഗകൾ, അതുപോലെ തന്നെ ഏതാണ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആൽഗകളുടെയും എണ്ണം ധാരാളം കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനൊരു കുളം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ പച്ച നിറത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കണം, കണ്ടിട്ടില്ലേ നിങ്ങൾ? മുഴുവനായിട്ട് പച്ച നിറത്തിൽ മൂടിക്കിടക്കുന്നത്, കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് ഈ പച്ച നിറത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് ഈ ആൽഗകളും ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഒക്കെ വളരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് സംഭവിക്കും? കുറേ കാര്യങ്ങളാണ്. ഇങ്ങനെ ഇവ മൂടിക്കിടക്കുമ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശം താഴത്തേക്ക് എത്തില്ല എന്നുള്ളത് ഒരു പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? ഒപ്പം ഇവ ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യും? ഇവ നശിക്കും. ഇവ നശിച്ച് താഴത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക കൂട്ടുകാരെ? അതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനെ അഴുകിച്ച് കളയണം. അതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഓക്സിജൻ ഉപയോഗിക്കപ്പെടും. ഇതൊരു സൈക്കിളായി നടന്നിട്ട് ഈ ചെടികൾ ഇവിടെ ഇവ കൂടി വളർന്നിട്ട് ഓക്സിജൻ എന്ത് ചെയ്യും? ഇതിനുള്ളത്തെ ജീവികൾക്ക് ലഭിക്കാണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓക്സിജൻ ഇല്ലാണ്ട് ആകുന്ന അത്തരം ഭാഗങ്ങളെ ഡെഡ് സോണുകൾ എന്ന് നമ്മൾ വിളിക്കും. എന്തെന്ന് വിളിക്കും നമ്മൾ? ഡെഡ് സോണുകൾ. ഈ അടുത്തായിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന വാക്കാണത്, ഡെഡ് സോണുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം ഡെഡ് സോണുകൾ വലുതായിട്ട് അവസാനം ഈ ജലാശയം തന്നെ എന്ത് ചെയ്യും? ഏജ് ചെയ്ത് വയസ്സായിട്ട് നശിക്കുന്ന ഒരു രീതി ഉണ്ടാകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിലേക്ക് നയിക്കുന്ന ആ ഒരു അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് കാരണം ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ലേക്കിൻ്റെ ഏജിങ് നടക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് യൂട്രോഫിക്കേഷൻ കാരണമാണ് എന്നത് എന്ത് ചെയ്യുക കൂട്ടുകാർ? വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അതിൽ സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഫൈൻ, കൃത്യമാണേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോകാം. അടുത്ത ചോദ്യം എന്താണ്? ദ ലോങ്ങസ്റ്റ് കനാൽ ഇൻ ദ വേൾഡ് ഈസ് എന്നതാണ് ചോദ്യം. അതായത് ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കനാൽ ഏതാണെന്നാണ് ചോദ്യം. മിക്കവാറും ഇതുപോലത്തെ ബിഗ്ഗസ്റ്റ് ഒക്കെ ഇപ്പം നിലവിൽ ആരാണ്? ചൈനയാണ് കൊണ്ടുപോകാറുള്ളത്. ബെയ്ജിങ് ഹാങ്സോ ഗ്രാൻഡ് കനാൽ, അല്ലെങ്കിൽ ഇതിന് എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? വെറുതെ ഗ്രാൻഡ് കനാൽ എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ബെയ്ജിങ് ഹാങ്സോ കനാൽ അല്ലെങ്കിൽ ബെയ്ജിങ് ഹാങ്സോ ഗ്രാൻഡ് കനാൽ ആണ് ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു കനാലാണത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു? 2014 പ്രഖ്യാപിച്ചതാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഏതാണ്ട് 1104 മൈൽസ് നീളത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കെട്ടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക കൂട്ടുകാർ? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ലോങ്ങസ്റ്റ് കനാൽ ഏതാണ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. നെയിം ദ സ്ട്രെയിറ്റ് ദാറ്റ് ഡിവൈഡ്സ് മൊറോക്കോ ആൻഡ് സ്പെയിൻ. മൊറോക്കോയെയും സ്പെയിനിനെയും ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതെന്നാണ് ചോദ്യം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റുകളെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ വളരെയധികം ഒരു അഭിപ്രായം കിട്ടിയൊരു ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അക്കാഡമിക്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തപ്പിയാൽ കിട്ടും. പ്രധാനപ്പെട്ട കുറേ സ്ട്രെയിറ്റുകൾ, എന്താണ് സ്ട്രെയിറ്റ് എന്നും സ്ട്രെയിറ്റുകളെക്കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റുകളെക്കുറിച്ച് അവയുടെ കഥകളും എല്ലാം അടങ്ങുന്ന രീതിയിലൊരു ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? അത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേര് അത് ഉപകാരപ്പെട്ടു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, പോയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് അടിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് കാണാൻ ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ്സ് കവർ ചെയ്യാൻ എളുപ്പമായിരിക്കും. സമയമുള്ള സമയത്ത് ചെയ്താൽ മതി. ഇത്തിരി ലോങ് ആയിട്ടുള്ള ക്ലാസ്സാണ്. എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ്സിൻ്റെ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മതി. അതിലും കൂടുതൽ സമയം എടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യുക? പോയിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ തന്നിട്ടുള്ളവർ മൊറോക്കോയുടെയും സ്പെയിനിൻ്റെ ഇടയിലുള്ള സ്ട്രെയിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് അടിസ്ഥാനപരമായിട്ട് എന്താണ് കൂട്ടുകാരെ? ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ട്, ഇവിടെ വേറൊരു ലാൻഡ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് ലാൻഡുകളുടെയും ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കൂ. ഈ സ്ട്രെയിറ്റ് ഇവിടെ രണ്ട് സ്ഥലത്തും കിടക്കുന്ന രണ്ട് വാട്ടർ ബോഡികളുണ്ട്. വാട്ടർ 1ഉം ഇവിടെ വാട്ടർ 2 ഉണ്ടെന്നായിരിക്കും. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തിനെ, ഈ ചെറിയൊരു ഭാഗത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സ്ട്രെയിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ട്? അപ്പോൾ ഒരു നാരോ പാസേജ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു സീസ് ഓർ ടു ലാർജ് വാട്ടർ ബോഡീസ് ഈസ് നോൺ ആസ് വാട്ട്? എ സ്ട്രെയിറ്റ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ മേജർ സ്ട്രേറ്റ്സ് ഓഫ് ദ വേൾഡ് പലപ്പോഴും ചോദ്യം വരാറുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതിലെന്താണ് മൊറോക്കോയുടെയും സ്പെയിനെയും വിഭജിക്കുന്ന സ്ട്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. അത് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. ഏതാണ്? സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണത്. ഇപ്പം നിങ്ങൾക്കറിയാം സ്പെയിൻ എവിടെയായിട്ടാണ് കിടക്കുന്ന കൂട്ടുകാരെ? ഇവിടെ മുകളിലേക്ക് യൂറോപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത് സ്പെയിൻ കിടക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ്? ആഫ്രിക്കയാണ് അല്ലേ? ഇവിടെ എന്ത് കിടക്കുന്നത്? ആഫ്രിക്ക കിടക്കുന്നുണ്ട്. അതിൽ ഇവിടെയാണ് എന്ത് കിടക്കുന്നത്? മൊറോക്കോ കിടക്കുന്നത് അല്ലേ? മൊറോക്കോ ഇവിടെയാണ്, സ്പെയിൻ ഇവിടെയാണ് അല്ലേ? ഈ മൊറോക്കോ ഇങ്ങനെ കിടക്കുന്നു, സ്പെയിൻ ഇങ്ങനെ കിടക്കുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ഈ നാരോ സ്ട്രെയിറ്റിനെ, അതായത് ഇവിടെ എന്താണ്? ഇവിടെ മെഡിറ്ററേനിയൻ കടലാണ് അല്ലേ? മെഡിറ്ററേനിയൻ സീ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? ഇവിടേക്ക് ഇങ്ങോട്ട് നിങ്ങൾക്ക് അറിയാൻ എന്താണെന്ന് അല്ലേ? ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? പിന്നെ ടർക്കി കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് എന്താണ്? ഏഷ്യ കിടക്കുകയാണ് അല്ലേ? ഏഷ്യ കിടക്കണു. ഇവിടെ യൂറോപ്പ്, ഇവിടെ എന്താണ്? ആഫ്രിക്ക. ഇവിടെ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ് അല്ലേ? അറ്റ്ലാന്റിക് ഓഷ്യനാണ് ഇവിടെ കിടക്കുന്നത്. ഈ അറ്റ്ലാന്റിക് ഓഷ്യനെ മെഡിറ്ററേനിയൻ സീയുമായി ബന്ധിപ്പിക്കുന്ന ഈ സ്ട്രെയിറ്റിൻ്റെ ഇരുവശത്തുമായി കിടക്കുന്നവയാണ് സ്പെയിനും മൊറോക്കോയും. അതുകൊണ്ടാണ് മൊറോക്കോയുടെയും സ്പെയിനിനെയും ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതേതാണ്? സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ഏതാണ്? സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണിത് എന്ന് കൂട്ടുകാരെന്ന് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഫേമസ് ആണ്. ബെറിങ് സ്ട്രേറ്റ് നിങ്ങൾക്ക് അറിയാം. ഏതാണ്? ഇപ്പുറത്ത് അലാസ്ക കിടക്കുന്നുണ്ട്, ഇവിടെ സൈബീരിയ, റഷ്യ കിടക്കുന്നുണ്ട്. റഷ്യ ഇവിടെ, അലാസ്ക ഇവിടെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സ്ട്രേറ്റ് ആണ് ഏത്? ഈ ബെറിങ് സ്ട്രേറ്റ്. ഹഡ്സൺ സ്ട്രേറ്റ് എവിടെയാണ്? കാനഡയുടെ അവിടെയായിട്ടാണ് കിടക്കുന്നത്. എവിടെയാണ്? കാനഡയുടെ അവിടെ. അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് ഈ ഹഡ്സൺ ബേയിലേക്കുള്ള, ഹഡ്സൺ ബേ എന്ന് പറയുന്നതാണ് ഇങ്ങനെ കാനഡയുടെ ഒരു മുകളിലെ ഭാഗത്ത് എന്താണ്? ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ഗ്യാപ്പായിട്ട് കിടക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെയൊക്കെ എന്താണ്? ഓരോരോ ദ്വീപുകൾ പോലെ ഒരു ഭാഗങ്ങളാണ്. ഇങ്ങനെ ഒരു ഹഡ്സൺ ബേ കിടക്കുന്നുണ്ട്. ഈ ഹഡ്സൺ ബേയുടെ ഉള്ളിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് ഇത്, ഈ ഹഡ്സൺ സ്ട്രെയിറ്റ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് ഹഡ്സൺ ബേ. ഒരു എന്താണ്? ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയൊരു ഭാഗമാണ്. വലുതാണ്, ചെറുതൊന്നുമല്ല, വലുതാണ്. ഇവിടെ എന്താണ്? കാനഡ ഇങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ഹഡ്സൺ സ്ട്രെയിറ്റ്. ഇനി ഇതുപോലെ കുറേയധികം ഫേമസ് ആയിട്ടുള്ള സ്ട്രെയിറ്റുകളുണ്ട്. ഞാൻ അഗെയിൻ പറയുന്നു, ആ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ഏതാണ്? മലാക്ക സ്ട്രെയിറ്റ് നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുക. മലാക്ക സ്ട്രെയിറ്റ് വളരെ ഫേമസ് ആണ്. എന്തിനേക്കാണത് ബന്ധിപ്പിക്കുന്നത്? ആൻഡമാൻ സിയെയും സൗത്ത് ചൈന സിയെയും. ഏതാണ്? സൗത്ത് ചൈന സിയെയും ആൻഡമാൻ സിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? അടിസ്ഥാനപരമായിട്ട് മലാക്ക സ്ട്രെയിറ്റ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇത് രണ്ടും ആൻഡമാൻ ആൻഡ് നിക്കോബാർ സി എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ നമ്മുടെ മനസ്സിലുണ്ടോ? ബേ ഓഫ് ബംഗാൾ, അതിലുള്ള ആൻഡമാൻ നിക്കോബാർ, അതിൻ്റെ ഇപ്പുറത്താണ് ആൻഡമാൻ സി. ആൻഡമാൻ സിയെയും സൗത്ത് ചൈന സിയെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത്? മലാക്ക സ്ട്രെയിറ്റ്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ്? ഇന്ത്യയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഏതാണ്? പാൽക്ക് സ്ട്രെയിറ്റ് ഉണ്ട് അല്ലേ? പാൽക്ക് സ്ട്രെയിറ്റ് എന്താണ്? പാൽക്ക് ബേയെയും ബേ ഓഫ് ബംഗാളിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത്? പാൽക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സുണ്ട സ്ട്രെയിറ്റ് വളരെ ഫേമസ് ആണ് അല്ലേ? സുണ്ട സ്ട്രെയിറ്റ് എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? അത് ജാവ സിയെയും, ഇതിനെയാണ് ജാവ സിയെയും, അതുപോലെ തന്നെ എന്തിനാണ് അത് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യൻ ഓഷനെയും ജാവ സിയെയും ബന്ധിപ്പിക്കുന്നത്. അതായത് സുണ്ട സ്ട്രെയിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സുമാത്രയുടെയും ജാവയുടെയും ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഇനി ഇതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേയധികം എന്തുണ്ട്? സ്ട്രെയിറ്റുകളുണ്ട്. യുക്കാറ്റൻ സ്ട്രെയിറ്റ് ഉണ്ട്. ഏതാണ്? യുക്കാറ്റൻ സ്ട്രെയിറ്റ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. യുക്കാറ്റൻ സ്ട്രെയിറ്റ് എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക്? ഗൾഫ് ഓഫ് മെക്സിക്കോ. ഏതാണ്? ഗൾഫ് ഓഫ് മെക്സിക്കോയെയും അതുപോലെ തന്നെ എന്തിനെയാണ്? കരീബിയൻ സിയെയും ഗൾഫ് ഓഫ് മെക്സിക്കോയെയും ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ആണ് ഏത്? യുക്കാറ്റൻ സ്ട്രെയിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആ മാപ്പിൽ പോയി നോക്കണം. എനിക്കിപ്പോൾ എല്ലാ മാപ്പും വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കിടന്ന് വരയ്ക്കാത്തത്. അതുപോലെ തന്നെ ഒട്രാൻഡോ സ്ട്രെയിറ്റ് ഉണ്ട്. ഏതാണ്? ഒട്രാൻഡോ സ്ട്രെയിറ്റ് ഏതാണെന്ന് അറിയോ കൂട്ടുകാർക്ക്? ഒട്രാൻഡോ സ്ട്രെയിറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ അഡ്രിയാറ്റിക് സീ എവിടെ അറിയോ കൂട്ടുകാർക്ക്? അഡ്രിയാറ്റിക് സീ നമ്മുടെ യൂറോപ്പിൻ്റെ താഴെയായിട്ടുള്ള ഭാഗത്താണ് നിങ്ങൾക്ക് അഡ്രിയാറ്റിക് സീ കാണാനായിട്ട് സാധിക്കുക. അതിനെയും അയോണിയൻ സിയെയും ബന്ധിപ്പിക്കുന്നതാണത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതായത് ഇറ്റലിയുടെയും അതുപോലെ തന്നെ അൽബേനിയയുടെയൊക്കെ ആ ഭാഗത്തായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയോണിയൻ സിയെയും അഡ്രിയാറ്റിക് സിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഈ ഒട്രാൻഡോ.
മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ മാപ്പിൽ പോയി നോക്കിയാൽ, ഞാൻ ഈ ക്ലാസ് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ മാപ്പ് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ മറ്റൊന്ന് ഒരെണ്ണം മറന്നുപോയി, ക്ഷമിക്കണം, അത് വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? അതാണ് ഇത് ബാബേൽ മന്ദേബ് സ്ട്രീറ്റ്. ബാബേൽ മന്ദേബ് സ്ട്രീറ്റ് ഇത് ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. ബാബേൽ മന്ദേബ് എവിടെയാണ് കിടക്കുന്ന ഒരു കൂട്ടുകാർക്ക്? ഇങ്ങനെ ഇവിടെ സൗദി അറേബ്യ കിടക്കുന്നില്ല കൂട്ടുകാരെ, അതിൻ്റെ താഴെയായിട്ട് ഇവിടെയാണ് ഇത് യമൻ കിടക്കുന്നത് അല്ലേ? യമൻ കിടക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഇത് കിടക്കുന്നത് ഒമാൻ കിടക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഇപ്പുറത്ത് കൂടെ എന്ത് പോകുന്നുണ്ട്? ആഫ്രിക്ക എങ്ങനെ പോകുന്നുണ്ട് പിന്നെ താഴത്തേക്ക് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അതിൽ ഇവിടെയായിട്ട് ഈ അറ്റത്താണ് ഇത് ജിബൂട്ടി കിടക്കുന്നത്. ഏതാണ്? ജിബൂട്ടി. ഇവിടെ ജിബൂട്ടി കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് എന്താണ്? ഇവിടേക്ക് റെഡ് സീ ആണ് അല്ലേ? റെഡ് സീ. ഇങ്ങോട്ട് എന്താണ്? സൂയസ് കനാൽ കിടക്കുന്നുണ്ട്. ഈ ഭാഗമില്ല, ഈ സ്ട്രെയിറ്റില്ല ഇവിടെ, ഈ സ്ട്രെയിറ്റിനെയാണ്, അതായത് ഇവിടെ എന്താണ്, അറബിക് ഓഷ്യനാണ് അല്ലേ? ഐ മീൻ അറേബ്യൻ സീ ആണ് അല്ലേ? ഇത് അറേബ്യൻ സീയിൽ നിന്ന് എന്താണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് റെഡ് സീയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭാഗം ഏതാണ്? ഇവിടെ ഇങ്ങനെ ആഫ്രിക്ക ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് ഇവിടെ. ഈ ഭാഗം, ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഗൾഫ് ഓഫ് ഏഡൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗൾഫ് ഓഫ് ഏഡൻ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ സൗദി അറേബ്യയുടെ താഴെ യമൻ്റെ താഴെയുള്ള ഈ ഭാഗം ഗൾഫ് ഓഫ് ഏഡൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ ഗൾഫ് ഓഫ് ഏഡനെ റെഡ് സീയുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ റെഡ് സീയെ എന്തുമായി ബന്ധിപ്പിക്കുന്ന? ഈ ഗൾഫ് ഓഫ് ഏഡനുമായിട്ട്, അല്ലെങ്കിൽ റെഡ് സീയെ ഇങ്ങോട്ട് അറേബ്യൻ എന്താ പറയുന്നത്, അറബിക്കടലിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബാബേൽ മന്ദേബ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട കുറേയധികം സ്ട്രെയിറ്റുകളുണ്ട്. കൂട്ടുകാരെന്ത് ചെയ്യുക? ആ സ്ട്രെയിറ്റുകളൊന്ന് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ജിയോഗ്രഫിയുടെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഭാഗത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മറ്റ് എന്താ പറയുന്നത്, സവിശേഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. മാപ്പ് വെച്ച് തന്നെ ചില കാര്യങ്ങൾ, സംശയം വന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? തീർക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു എവരിവൺ.